നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീ PV അൻവർ മത്സരിക്കുന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. PV അൻവർ മത്സരിക്കുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഇരു മുന്നണികൾക്കും ഉണ്ടാകാൻ പോകുന്നത്? ഗുണമുണ്ടാവുകയാണെങ്കിൽ അത് ഏത് മുന്നണിക്കായിരിക്കും, ദോഷമുണ്ടാവുകയാണെങ്കിൽ അത് ഏത് മുന്നണിക്കായിരിക്കും എന്ന രീതിയിലേക്കുള്ള ചില ഊഹാപോഹങ്ങളൊക്കെ ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണല്ലോ BJPയുടെ പ്രവേശനം. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവേശിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഗതികെട്ടാണ് അവരൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞുപിടിച്ച് കേരള കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതോടുകൂടി നിലവിലുള്ള BJPയെ കുറിച്ചുള്ള പൊതുസമൂഹത്തിലുള്ള അഭിപ്രായങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും അധികം പറ്റാവുകയില്ല. തലേ ദിവസം വരെ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഒരു മുൻനിര പ്രവർത്തകനെ വിളിച്ചുകൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി. പാർട്ടി അംഗത്വം പോലുമില്ല. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന് രായിക്ക് രാമാനം സ്ഥാനാർത്ഥിയാക്കി താമര ചിഹ്നത്തിൽ അദ്ദേഹത്തെ ഗോദായിൽ ഇറക്കിയതിന്റെ ഉദ്ദേശം അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന വ്യാഖ്യാനവും ഒരു കാരണവശാലും പൊതുസമൂഹം ഉൾക്കൊള്ളുകയില്ല. അവരുടെ ദയനീയതയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് BJPക്ക് അവിടെ നിന്നുള്ള ഒരു പ്രവർത്തകനെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയില്ല? അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് ജയിക്കാൻ ഉള്ള സാധ്യത കണ്ടെത്തുക എന്നതല്ല, മറിച്ച് ആർക്കെങ്കിലും ദോഷം ഉണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ BJPയെ സംബന്ധിച്ച് അവരുടെ ഒന്നാം നമ്പർ ശത്രു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അവർക്ക് CPM എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം നേരിടേണ്ടി വരുന്ന ഒരു പാർട്ടിയാണെന്ന് അവർക്കറിയാം. എന്നാൽ ഏത് വിധേനയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പരാജയം ഉണ്ടാക്കണം എന്നുള്ള വ്രതത്തോടു കൂടിയാണ് BJP ഇന്ത്യയിൽ ആകെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് അവരിപ്പോൾ നിലമ്പൂരും എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കാട്ടാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന പുതിയ BJP സ്ഥാനാർത്ഥി നേരത്തെ പലവട്ടം സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷ സമുദായത്തിന്റെ അംഗമാണ്, പ്രതിനിധിയാണ്, ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ്. നിലമ്പൂരിൽ ക്രൈസ്തവരായിട്ടുള്ള കുറേ ആളുകൾ കുടിയേറ്റക്കാരായിട്ടുണ്ട്. അവരിൽ നിന്നൊരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവ വോട്ടുകളൊക്കെ ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് ഉള്ള ഒരു വ്യാമോഹത്തിലാണ് അവർ ദിവസങ്ങളായി തെരഞ്ഞു പിടിച്ച് വലവീശി അവരുടെ അംഗം പോലും അല്ലാത്ത ഒരാളിനെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി. അവിടെ ക്രൈസ്തവരുടെ വോട്ടുകൾ മുഴുവൻ ഒരു ക്രൈസ്തവൻ സ്ഥാനാർത്ഥിയാകും എന്നതുകൊണ്ട് കിട്ടുമെന്നുള്ള ആ കണക്കുകൂട്ടൽ തന്നെ അശാസ്ത്രീയമാണ്, വില കുറഞ്ഞതാണ്, ഒരു തരത്തിലും നിലനിൽക്കുന്നതുമല്ല. മാത്രവുമല്ല, ഈ BJPയുടെ സ്ഥാനാർത്ഥി പ്രതിനിധീകരിക്കുന്ന ക്രൈസ്തവ വിഭാഗം മാത്രമല്ല ക്രൈസ്തവരുടെ ഇടയിലുള്ളത്. ആ ക്രൈസ്തവർ തന്നെ പല സഭയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് സഭയുടെ പേരിൽ മുഴുവൻ വോട്ടുകളും കിട്ടുമെന്ന് പറയാനായും സാധ്യമല്ല. അവിടെ നേരത്തെ LDF അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇതുപോലെ ഒരു കളി കളിക്കാൻ ശ്രമിച്ചതാണ്. അവരോടൊപ്പം നേരത്തെ നിന്നിരുന്ന അവിടുത്തെ ഒരു കോളേജിന്റെ റിട്ടയർഡ് പ്രിൻസിപ്പലിനെ നിർത്താനായി അവരൊരു ശ്രമം നടത്തി. ഒരു വട്ടം അദ്ദേഹത്തെ നിർത്തിയതുമാണ്. ഈ വട്ടവും അദ്ദേഹത്തെ നിർത്താൻ ശ്രമിച്ചപ്പോൾ അവിടെ അതുകൊണ്ട് വിജയിക്കാൻ സാധ്യതയില്ല എന്ന് തിരിച്ചറിവുകൊണ്ടുള്ളതുകൊണ്ടാണ് അവർ തൃപ്പൂണിത്തുറ മത്സരിച്ചിരുന്ന സ്വരാജിനെ അവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കേരളം പോലുള്ള ഒരു മതേതര സ്വഭാവമുള്ള സംസ്ഥാനത്ത് അത് വിൽക്കാൻ പോകുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ അവിടെ നമ്മൾ ഇനിയും കാണേണ്ടത് PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഏത് മുന്നണിക്കാണ് ദോഷം ചെയ്യാൻ പോകുന്നത്. അവിടെയും ഒരു കാര്യം വളരെ വ്യക്തമാണ്. PV അൻവർ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആവർത്തിച്ച് പുരപ്പുറത്ത് നിന്ന് ഘോഷിക്കുന്നത് ഒരു കാരണവശാലും പിണറായിയെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചുകൂടാ. പിണറായിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള പോരാട്ടമാണല്ലോ. പിണറായിസത്തെയും മരുമോനിസത്തെയും പരാജയപ്പെടുത്തണമെന്ന് വാദോരാതെ പറയുന്ന ഈ PV അൻവർ മത്സരിക്കുന്നത് ആർക്ക് പ്രയോജനം ചെയ്യുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ PV അൻവറിന് ഒരു കാരണവശാലും അദ്ദേഹത്തിന് സ്വന്തമായി അവിടെ വോട്ട് നേടി വിജയിക്കാൻ കഴിയുമെന്ന് PV അൻവർ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നു എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയും പ്രതീക്ഷിക്കുന്നില്ല.
തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ആർക്കുമില്ല. അദ്ദേഹം അവസാനം എല്ലാവരും തഴഞ്ഞപ്പോൾ കുറച്ചുനാൾ LDF-ൽ നിന്ന് രാജിവെച്ച് MLA സ്ഥാനം വിട്ട് അദ്ദേഹം DMK എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ ചേരാൻ ഒരു ശ്രമം നടത്തി അവകാശനായി. അവിടെ നിന്ന് പുറത്തു വന്നാണ് അദ്ദേഹം രാഖി രാമാനം ബംഗാളിൽ ചെന്ന് മമതാ ബാനർജിയെ കണ്ടുവെന്നും പറയുന്നു, കണ്ടില്ലെന്നും പറയുന്നു. അദ്ദേഹം ഇവിടെ വന്ന് എന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കോർഡിനേറ്ററായി നിയമിച്ചിരിക്കുന്നു ഒക്കെ പ്രഖ്യാപനം നടത്തി. അതെന്തും ആയിക്കൊള്ളട്ടെ, എന്തായാലും അദ്ദേഹം ആ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുമെന്ന് ആരും അദ്ദേഹത്തിന്റെ ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന ദോഷം ഒരുപക്ഷെ കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിരിക്കുമെന്ന് ഉള്ള സമവാക്യമാണ് ഇപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചും PV അൻവറെ സംബന്ധിച്ചും പിണറായിയുടെ ഭരണവും പിണറായിയുടെ ഈ പറയുന്ന കേരളത്തിലെ നേതൃത്വവും ഒരു കാരണവശാലും വെച്ചു പൊറിപ്പിക്കാൻ സാധ്യമല്ല, പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ LDF-നെതിരായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് UDF-ഉം അതുപോലെ ഇപ്പോൾ PV അൻവറും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ PV അൻവറുടെ രംഗപ്രവേശം ആത്യന്തികമായി ദോഷം ചെയ്യാൻ പോകുന്നത് ഒരു പിണറായി വിരുദ്ധ ഒരു കൂട്ടായ്മയായിരിക്കും. പിണറായി വിരുദ്ധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് UDF ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന നിമിഷം വരെ PV അൻവറിനെ കാത്തിരിക്കുന്ന പല ആളുകളുണ്ട്. കാരണം PV അൻവറിനെ ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കാൻ കഴിയുകയില്ല എന്നതാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ കുറെ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം പിണറായി വിജയനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്വതന്ത്ര MLA ആയിരുന്നപ്പോൾ എൻ്റെ പിതൃതുല്യനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് നമ്മൾ ആരും മറന്നിട്ടില്ല. ഇപ്പോൾ പറയുന്നത് സതീശനിസവും അപകടകരമാണ്, UDF-ൽ ഒരു കാരണവശാലും ഞാൻ പോകുന്ന പ്രശ്നമില്ല. അദ്ദേഹം UDF-ൽ പ്രവേശിക്കാൻ ശ്രമിച്ചതൊക്കെ ജനങ്ങൾക്കറിയാം. ഒരു ഘട്ടത്തിൽ UDF അദ്ദേഹത്തിന് വാഗ്ദാനം കൊടുത്തതാണ്, നിങ്ങളെ ഞങ്ങൾ അസോസിയേറ്റ് പാർട്ടിയായി അംഗീകരിക്കാൻ, നിങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള എല്ലാ പ്രസ്താവനകളും അവസാനിപ്പിക്കണം, അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കാം, അദ്ദേഹത്തെ ഒരു ഘടകകക്ഷിയാക്കാൻ സാങ്കേതികമായി പ്രയാസമുണ്ട്, എന്നാൽ ഒരു അസോസിയേറ്റ് കക്ഷിയാക്കാമെന്ന് കൊടുത്ത വാഗ്ദാനം അദ്ദേഹം ഏതാണ്ട് സ്വീകരിച്ച മട്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് മനംമാറ്റം ഉണ്ടായി. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സും അഭിപ്രായവും മാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാള് ഈ തരത്തിലൊരു വ്യക്തതയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അപകടമാണ്. അദ്ദേഹം നിലമ്പൂർ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്താൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി അസ്തമിച്ചു എന്ന് പറഞ്ഞാലും ഒട്ടും അധികപ്പറ്റാവുകയില്ല. അതുകൊണ്ട് BJP സ്ഥാനാർത്ഥിയുടെ പ്രവേശനം നേരത്തെ പറഞ്ഞതുപോലെ മുഖം രക്ഷിക്കാനാണ്. ജാതിയുടെ പേരിൽ അവിടെ കളിക്കാൻ പോകുന്നത് വളരെ ദയനീയമായ ഒരു രീതിയിൽ BJPക്ക് അവിടുന്ന് പോകേണ്ടതായിട്ട് വരും. അത് BJPയുടെ പുതിയ കേരള നേതൃത്വത്തിന്റെ ഒരു ഭാവിയെയും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെയും ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇവർ അതിന് സമാധാനം പറയേണ്ടി വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ടിന്റെ ഒരോട്ടെങ്കിലും കുറഞ്ഞു പോയാൽ ഇവരുടെ ഈ തന്ത്രം പൊളിഞ്ഞ് പാളീസായി എന്ന് ജനം വിധി എഴുതും. അത് സമാധാനം പറയേണ്ടത് കേരള BJPയുടെ നേതൃത്വത്തിനാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്ന് നേതൃത്വം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപിൽ വന്ന ഏറ്റവും വലിയ അഗ്നിപരീക്ഷയാണിത്. ഇതിൽ അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ, പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്, അദ്ദേഹത്തിന് ദേശീയ നേതൃത്വത്തിന്റെ മുമ്പിൽ നിന്ന് പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു വശം. അങ്ങനെ PV അൻവറും അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയും ആത്യന്തികമായി ദോഷം ചെയ്യാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരിക്കും എന്ന് തന്നെ വേണം കരുതാൻ. എന്നാൽ തന്ത്രപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോൺഗ്രസും BJPയും തമ്മിൽ അന്തർധാരയുണ്ട്, PV അൻവറും തമ്മിൽ അന്തർധാരയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ യുക്തിരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ പരത്തുകയാണ്. അത് സ്വാഭാവികമായി രാഷ്ട്രീയ മത്സര രംഗത്തിൽ ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്.
എന്തായാലും അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവിടെ BJP സ്ഥാനാർത്ഥിക്കും PV അൻവറിനും കാര്യമായി ഒന്നും ചെയ്യാനായി സാധിക്കുകയില്ല. അവർ മത്സര രംഗത്ത് വെറും സ്ഥാനാർത്ഥികളാണ് എന്ന് മാത്രം പറയാം. എന്നാൽ യഥാർത്ഥ മത്സരം നടക്കുന്നത് നിലമ്പൂരിൽ LDFും UDFും തമ്മിലാണ്. ശ്രീമാൻ ആര്യാടൻ ഷൗക്കത്തും ശ്രീ M സ്വരാജും തമ്മിലാണ് അവിടെ മത്സരം നടക്കുന്നത്. ഒരു നിർണായക മത്സരമാണ്. ഈ മത്സരത്തിന്റെ ഫലം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ചൂണ്ടുന്നതായിട്ടുള്ള ചില സൂചനകൾ നൽകുന്നതായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും വരുന്ന 3-4 ദിവസങ്ങൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമുള്ള പല ഘട്ടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പിൻവലിക്കുന്ന അവസാന നിമിഷം വരെ ഈ പറയുന്ന ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ കാണുന്നത്. 2 ദിവസങ്ങൾ കഴിയുമ്പോൾ ചിത്രം പൂർണ്ണമാവുകയും ഈ 4 പേരും അതായത് ഈ രംഗത്ത് ഒരുമിച്ചുണ്ടാകുമോ എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഈ അൻവറിൻ്റെ ഒക്കെയുള്ള ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാവിയും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കപ്പെട്ടു എന്ന് വന്നേക്കാം.